വാർത്തകൾ വിശദമായി. തിരുവനന്തപുരത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സീറ്റ് ലഭിക്കാത്തതിനെ തുടർന്ന് ബി.ജെ.പി. പ്രവർത്തക ജീവനൊടുക്കാൻ ശ്രമിച്ചു. നെടുമങ്ങാട് പനങ്ങോട്ടുല സ്വദേശി ശാലിനിയാണ് ജീവനൊടുക്കാൻ ശ്രമിച്ചത്. ശാലിനിയുടെ നെടുമങ്ങാട് നഗരസഭയിലെ 16-ാം വാർഡിൽ സ്ഥാനാർത്ഥിയായി ബി.ജെ.പി. നിശ്ചയിച്ചിരുന്നു. തുടർന്ന് പോസ്റ്റർ അടക്കം തയ്യാറാക്കി പ്രചാരണവും നടത്തി. എന്നാൽ പിന്നീട് സ്ഥാനാർത്ഥിത്വം ഇല്ലെന്ന് നേതൃത്വം അറിയിക്കുകയായിരുന്നു. ഇതേ തുടർന്നാണ് കൈഞ്ഞരമ്പുകൾ മുറിച്ച് ശാലിനി ജീവനൊടുക്കാൻ ശ്രമിച്ചത്. നെടുമങ്ങാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ശാലിനി അപകടനില തരണം ചെയ്തു. വ്യക്തിഹത്യ താങ്ങാനായില്ലെന്നും പുറത്തിറങ്ങാൻ കഴിയാത്ത വിധം തന്നെക്കുറിച്ച് അപവാദം പറഞ്ഞുവെന്നും ശാലിനി പറഞ്ഞു. എന്റെ സ്ഥാനാർത്ഥിത്വം ഏകദേശം തീരുമാനമായിരിക്കുമായിരുന്നു. പാർട്ടിയുടെ ഭാഗത്തുനിന്ന് എല്ലാ തീരുമാനമായിരിക്കുമായിരുന്നു. അപ്പോൾ സംഘത്തിന്റെ ചില പ്രാദേശികമായിട്ടുള്ള ആൾക്കാർ, മുഴുവൻ ആൾക്കാരല്ല, ചില പ്രാദേശികമായിട്ടുള്ള ആൾക്കാർ എന്നോടും എൻ്റെ കുടുംബത്തോടുള്ള വ്യക്തിവൈരാഗ്യം തീർക്കുന്നതിന് വേണ്ടിയിട്ട് എന്നെപ്പറ്റി വളരെ മോശമായിട്ട് സംസാരിക്കുകയും എന്നെ ഇവിടെ സ്ഥാനാർത്ഥിത്വത്തിൽ നിർത്താൻ പറ്റത്തില്ല എന്നുള്ള രീതിയിൽ പാർട്ടിയെ പ്രഷർ ചെയ്യുകയും ചെയ്തിരുന്നു. പോരാത്തതിന് എൻ്റെ വ്യക്തിപരമായിട്ട് ഒരുപാട് അധിക്ഷേപിക്കുന്ന രീതിയിൽ പല പ്രചരണങ്ങളും നടത്തി എനിക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയതിൻ്റെ പേരിൽ അതിൻ്റെ അനോഷമത്തിലാണ് ഞാനിത് ശ്രമിച്ചത്. സീറ്റ് കിട്ടരുത്, കിട്ടിയാലും ഞാൻ ജയിക്കരുത് എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് അവരിത് ചെയ്തത്. എൻ്റെ ജന്മനാടാണ് ഈ സ്ഥലം. ഞാൻ കഴിഞ്ഞ 2 തവണയും സംഘടന പറഞ്ഞതിൻ്റെ പേരിൽ വേറെ 2 വാർഡുകളിലായിട്ട് മത്സരിച്ച ആളാണ്. പക്ഷേ ഇപ്പോൾ പാർട്ടി തന്നെ തീരുമാനിച്ച് എനിക്ക് എൻ്റെ സ്വന്തം സ്ഥലം തന്നതാണ്. അപ്പോൾ അവിടെ ഒരു രീതിയിലും ഞാൻ ജയിച്ചു വരരുത് എന്നുള്ള രീതിയിൽ അവര് വ്യക്തിവൈരാഗ്യം തീർത്തതാണ്. തിരുവനന്തപുരത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സീറ്റ് ലഭിക്കാത്തതിനെ തുടർന്ന് ബി.ജെ.പി. പ്രവർത്തക ജീവനൊടുക്കാൻ ശ്രമിച്ചതിൽ ശാലിനിയുടെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. നെടുമങ്ങാട് പനങ്ങോട്ടുല സ്വദേശി ശാലിനിയാണ് ജീവനൊടുക്കാൻ ശ്രമിച്ചത്. ശാലിനിയെ നെടുമങ്ങാട് നഗരസഭയിലെ 16-ാം വാർഡിൽ സ്ഥാനാർത്ഥിയായി ബി.ജെ.പി. നിശ്ചയിച്ചിരുന്നു. തുടർന്ന് പോസ്റ്റർ അടക്കം തയ്യാറാക്കി പ്രചരണവും തുടങ്ങിയിരുന്നു. എന്നാൽ പിന്നീട് സ്ഥാനാർത്ഥിത്വം ഇല്ലെന്ന് നേതൃത്വം അറിയിക്കുകയായിരുന്നു. ഇതേ തുടർന്നാണ് ശാലിനി കൈഞ്ഞരമ്പുകൾ മുറിച്ച് ജീവനൊടുക്കാൻ ശ്രമിച്ചത്. നിലവിൽ നെടുമങ്ങാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ശാലിനി അപകടനില തരണം ചെയ്തു എന്ന വിവരമാണ് പുറത്തുവരുന്നത്. വ്യക്തിഹത്യ താങ്ങാനായില്ലെന്നും പുറത്തിറങ്ങാൻ കഴിയാത്ത വിധം തന്നെക്കുറിച്ച് അപവാദം പറഞ്ഞുവെന്നുമാണ് ശാലിനി പറയുന്നത്.